ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ചിക്കൻ മന്തി എങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം എന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് കാണുവാണെങ്കിൽ ലൈക്ക് അടിക്കണേ. അപ്പോൾ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റ് എടുക്കണം. അതിനകത്ത് ഏലക്കായി, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, പിന്നെ ഇത് പൊടിക്കാത്ത മല്ലിയാണ്, പിന്നെ ജീരകം ഇടണം, അതായത് പെരുംജീരകം ഇടണം, പിന്നെ ഈ ഗ്രാമ്പൂ ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാ സ്പൈസസും ആവശ്യമായിട്ടില്ല ഇടുക. കൂടെ കുരുമുളകും കൂടി ഇടണം. കുരുമുളക് പൊടിക്കാത്ത കുരുമുളകായിരിക്കണം ഇടേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് ഉണങ്ങിയ നാരങ്ങയോ അല്ലെങ്കിൽ ബേ ലീഫോ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അത് ഇല്ലാതെ തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. വീട്ടിലുള്ള ചുരുങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ചിക്കനിൽ പിടിപ്പിക്കേണ്ട മസാലകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്തിടുന്ന മസാലപ്പൊടികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ കുരുമുളക് പൊടിക്കാത്തിടും, അതുപോലെ തന്നെ പൊടിച്ചതിടും. നമ്മൾ പൊടിച്ച കുരുമുളക് അത്യാവശ്യം ഒരു 2 ടീസ്പൂണെങ്കിലും ഇടുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ചിക്കൻ സ്റ്റോക്ക്. അപ്പം ഞാനിത് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്കാണ്. ഞാനിവിടെ 2 ചിക്കൻ സ്റ്റോക്ക് ഇടുന്ന സമയത്ത് നന്നായിട്ട് പൊടിച്ച് തന്നെ ഇടണം. എന്നാൽ മാത്രമേ അതിൻ്റെ എല്ലാ ഭാഗത്തും രുചികൾ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ അത് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് തന്നെ ചിക്കൻ സ്റ്റോക്ക് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണ് നമുക്ക് അരക്കേണ്ടത്. പിന്നെ ചിക്കൻ ഈ സമയത്ത് തന്നെ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കേണ്ടതാണ്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സ്കിന്നില്ലാത്ത സാധാരണയുള്ള ബിരിയാണി പീസായിട്ടുള്ള ചിക്കൻ തന്നെ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളിയും, അതുപോലെ തന്നെ ഒരു ഉള്ളിയും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തക്കാളി ഞാനിവിടെ ഒരു തക്കാളിൻ്റെ പകുതി മാത്രം ഇട്ടിട്ടുള്ളത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, ഇതെല്ലാം കൂടിയിട്ടാണ് അരക്കുന്നത്. അതിൽ കൂടെ നമുക്ക് മാഗി ക്യൂബ് കൂടി ഇടണം. ചെറിയൊരു പീസ് മാഗി ക്യൂബ് കൂടി ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി വിനാഗിരിയും, അതുപോലെ തന്നെ നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ അരക്കാൻ. പിന്നെ പച്ചമുളകും ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലോട്ടേക്ക് മാറ്റിയിട്ട്, മിക്സീൻ്റെ ചതക്കുന്ന ജാർ, പൊടിക്കുന്നതല്ല, ചതക്കുന്ന ജാറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇച്ചിരി ലെമൺ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അരക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് അപ്പോൾ നമുക്ക് വന്നിട്ട് സംഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. ഇതാണ് നമ്മൾ ഈ മിക്സിയിലിട്ട് അരക്കാൻ വേണ്ടി പോകുന്ന സംഭവങ്ങളൊക്കെ. അത് നന്നായിട്ടൊന്ന് കൂട്ടിക്കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം. അതേ സമയത്ത് നമ്മൾ ഇത് ഫ്രോസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കൻ എന്ത് ചെയ്യുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ കുരുമുളകും, അതുപോലെ തന്നെ ഇത്തിരി ഉപ്പും പിടിപ്പിച്ച സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് മാഗി ക്യൂബും അതിൻ്റെ സ്പൈസസും ഒക്കെ ഇട്ടിട്ടുള്ള അതിനകത്തിട്ട് നല്ല രീതിക്ക് അത് കുഴച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഇത് അരക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ആ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്ക് എത്തുന്ന രീതിക്ക് അരക്കാൻ വേണ്ടി പറ്റും. പിന്നെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിക്ക് മസാല ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഫോർക്ക് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഫോർക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ബസുമതി റൈസ് നന്നായിട്ട് 1 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്തി വെക്കണം. ഇത് വൈറ്റ് ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൈസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇനി അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി. ഇതിനു വേണ്ടി പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൽ മൊത്തോട് കൂടി തന്നെ എടുക്കണം. പിന്നെ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൊടിക്കാത്ത കുരുമുളക്,
പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പൂ. ഇത് ഗ്രാമ്പുമാണ്. ഒരു ഏകദേശം ഞാനിവിടെ 8 ഗ്രാമ്പൂവും പിന്നെ ഒരു ചെറിയ പട്ടയും പിന്നെ ഒരു 4 ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് മാത്രമായിട്ടുള്ള പൊടിക്കാത്ത മല്ലിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ജീരകവും കൂടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാനിവിടെ മല്ലിച്ചപ്പ് കൂടിയായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് ഇടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ മാഗി ക്യൂബ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ചതച്ചിട്ട് തന്നെ ഇടണം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്ത മിക്സിയിൽ ചേർത്ത അരപ്പുണ്ടാവില്ലേ, ഈ അരപ്പിൻ്റെ വെള്ളം കൂടി ഇതിനകത്ത് ഇടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ 1 ടീസ്പൂൺ അതുപോലെ 1 ടീസ്പൂൺ ആയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ കൂടി നമ്മൾ ഈ അരിക്കുന്നത്ത്, അതായത് ഈ ഒരു ചോറ് വെക്കുന്ന പാത്രത്തിനകത്ത് ഇടേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം ഈ ഒരു കലത്തിൻ്റെ മുങ്ങാ മാത്രം, അതായത് ഈ ഒരു 1/2 കിലോ അരിയാണ്, 1/2 കിലോ ബിസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുങ്ങാ മാത്രമുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരപ്പും കാര്യങ്ങളും ഈ ഉപ്പും അത്യാവശ്യത്തിന് വേണ്ട ഉപ്പും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മാഗി ക്യൂബ് ഇടുന്ന സമയത്ത് നന്നായിട്ട് പൊടിച്ചിടേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ചോറ് നമുക്ക് എന്ത് ചെയ്യുക, തിളക്കുന്ന സമയത്ത്, അതായത് വെള്ളം നല്ല രീതിക്ക് തിളക്കുന്ന സമയത്ത് ചോറിടണം. നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ ചോറൊക്കെ വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്തും ചോറ് വെക്കേണ്ട രീതി എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുട്ട് 3/4 മണിക്കൂർ വരെ വേവാൻ വേണ്ടി മതി. ഞങ്ങളിവിടെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒത്തിരി സമയം അത് വെന്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അലിഞ്ഞു പോകാനോ പൊഴിഞ്ഞു പോകാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 90% വേവാകുമ്പോൾ തന്നെ നമ്മളത് എടുത്ത് മാറ്റി ഊറ്റിയിട്ട് വെള്ളം ഊറ്റി കളയേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 കിലോ ബസ്മതി റൈസാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് 1/2 കിലോ ബസ്മതി റൈസ്. അപ്പോൾ ഈ ഒരു പാകമാകുന്ന സമയത്ത് കണ്ടു, ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു പാകമാകുന്ന സമയത്ത് നന്നായിട്ട് അത് വെന്തിട്ടുണ്ടെന്ന് പറയാം. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കണം. അതായത് ചിക്കൻ നന്നായിട്ട് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തു. അതിൽ അത്യാവശ്യത്തിന് വേണ്ട സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ചിക്കന് നന്നായിട്ട് അത് ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ചിക്കനും മസാലയും എല്ലാം കൂടി നമുക്ക് അതിനകത്ത് ഒന്നിച്ചിടുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഈ പാത്രം ചിക്കനൊക്കെ റെഡിയാക്കുന്ന സമയത്ത് പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അടുക്കി പിടിക്കാത്ത പാത്രമായിരിക്കണം നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യേണ്ടത്. അല്ലാത്തതാണെങ്കിൽ നമ്മുടെ മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ചിക്കൻ മാത്രമേ കിട്ടത്തുള്ളൂ, നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ അതിനകത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അടുക്കി പിടിക്കാത്ത പാത്രമായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഓയിൽ എടുക്കുന്ന സമയത്ത് ഈ ചിക്കനും മസാലയും ഇതിനകത്ത് നന്നായിട്ട് വേവിക്കാൻ മാത്രം ഉള്ള ഓയിൽ തന്നെ ഇടണം. അതല്ലെങ്കിൽ അതാകെ ഫ്ലോപ്പായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചോറ് ഇതൊന്ന് ദമ്മിടണം. ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പാത്രം എടുക്കുന്നു. അത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ആറിക്കഴിഞ്ഞ ശേഷം ചോറിടണം. ചോറിട്ടതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ്റെ മസാല ഉണ്ടാവുമല്ലോ, നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ചിക്കൻ്റെ മസാല നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന പോലെ മസാല ഇടുക. അതിൻ്റെ മേലെ വീണ്ടും ചോറ്, അതിൻ്റെ മേലെ വീണ്ടും മസാല, അങ്ങനെ ലെയറായിട്ട് ഇടേണ്ടത്. അപ്പോൾ നമുക്കിത് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ മസാല നമ്മളിങ്ങനെ ലെയറായിട്ട് ഇടാറില്ല. അപ്പോൾ ഇതിൻ്റെ ലെയറായിട്ട് ഇടുന്ന സമയത്തുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓയിലായിക്കോട്ടെ മസാല ആയിക്കോട്ടെ ഏകദേശം എല്ലാ ഭാഗത്തേക്കും എത്തും. അല്ലാത്ത സമയത്ത് അതിൻ്റെ മേൽഭാഗത്തോ അല്ലെങ്കിൽ അടിഭാഗത്തോ മാത്രമായിരിക്കും. നമ്മൾ മേൽഭാഗത്ത് മാത്രം ഈ ഒരു മസാല മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കും എത്തുക, അല്ലെങ്കിൽ അടിഭാഗത്ത് ഇട്ടില്ലെങ്കിൽ ആ അടിഭാഗത്ത് മാത്രമായിരിക്കും എത്തുക, എല്ലാ സ്ഥലത്തും പ്രോപ്പറായിട്ട് എത്തില്ല. അപ്പോൾ ഞാൻ ഈ കാണുന്ന പോലെ ലെയറായിട്ട് തന്നെ ഇട്ടണം. പല യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യുന്നത് കാണാറില്ല. അപ്പോൾ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ ചാർക്കോളും കൂടി വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് അടുപ്പിൽ തന്നെ ദം ചെയ്യണം. ഏകദേശം ഒരു 10 മിനിറ്റ് നല്ല രീതിക്ക് ദം ചെയ്തതിന് ശേഷം നമുക്കിത് പൊട്ടിക്കുക. അതിനുശേഷം ഈ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും അത് നന്നായിട്ട് യോജിപ്പിച്ച് എല്ലാ ഭാഗവും നല്ല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡിയാകും. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി കണ്ട് ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ഞാൻ ഈ മന്തിയുടെ കൂടെ നമ്മൾ പറയുന്ന ചമ്മന്തി, അതായത് ചട്നി, നമ്മൾ മന്തിൻ്റെ കൂടെ ചട്നി റെഡിയാക്കിയിട്ടുണ്ട്. മയോണൈസ് ഞങ്ങളിവിടെ കഴിക്കാത്തതുകൊണ്ട് അത് റെഡിയാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ മന്തി ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പറ്റും.